ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്രഭാതം കാണുമ്പോൾ കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 12 വരെയുള്ളതായ ഭാഗങ്ങളാണ്. ഞാനത് നിങ്ങളുടെ ഇതിലേക്ക് വായിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധി നാഴി വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ഞെന്ന് വീണുപോയി. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകലജാതിയിലേക്ക് കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്ന ആ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഈ പറയപ്പെട്ട വാക്യത്തിൽ നമുക്കറിയാം പ്രധാനമായിട്ടും പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിഷയത്തെയാണ്. അതായത് ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ശബദ് ആരാധനയാണ്. ഈ ശബദ് ആരാധന പുരാതന കാലം മുതലേ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം സ്വസ്ഥമായിരുന്നു, അല്ലെങ്കിൽ 6 ദിവസം അധ്വാനിച്ചതിന് ശേഷം 6 ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിവൃത്തനായതിനു ശേഷം അതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു, വേർതിരിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പുരാതനമേ ഉണ്ടായിരുന്നതായ ഈ ആരാധന, അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ എടുത്തു പറയുന്നതായ കാര്യമാണ്. 6 ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ചു, 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു, അല്ലെങ്കിൽ താൻ അതിൽ നിവൃത്തനായി അതിനെ ശുദ്ധീകരിച്ചു, അനുഗ്രഹിച്ചു. അപ്പം ഈ ഒരു കാര്യം പുരാതന കാലത്തുണ്ടായിരുന്നു. അതിനുശേഷം നാം ഗോത്രപിതാക്കന്മാരുടെ കാലത്തും പ്രത്യേകിച്ച് അബ്രഹാം മുതൽ ഉള്ളതായ എല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇസ്രായേൽ മക്കൾ ഒരു കുറെ കാലം അടിമകളായിട്ട് ഇരുന്നതായ സാഹചര്യത്തിൽ അതിനുള്ളതായ സന്ദർഭം അവർക്ക് ലഭിക്കാതിരുന്നു, അല്ലെങ്കിൽ അവരെ നിർബന്ധമായിട്ട് ഊഴിയ വേല ചെയ്യുവാനൊക്കെ നിർബന്ധിതരായപ്പോൾ അവർക്ക് ഈ കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ അവർക്ക് സമയമില്ലാതായി, അല്ലെങ്കിൽ അതായത് മിസ്രൈമിലെ നിയമപ്രകാരം അവര് നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് അതൊരു എന്തായാലും ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനെ മറന്നുപോയി. അതുകൊണ്ടാണ് ദൈവം പിന്നെ പിൽക്കാലത്ത് ശവനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളതായ നിബന്ധന പ്രത്യേകിച്ച് സീനായി മലയിൽ വെച്ച് അവർക്ക് കൊടുത്തത്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവജനമേ, ദൈവം എന്ത് ചെയ്തു? ദൈവം വിശ്രമിച്ചു, വിശുദ്ധീകരിച്ചു, അതിനെ വേർതിരിച്ച് നൽകിയിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇന്നീ ദിവസം നാം തുടങ്ങുമ്പോൾ ഈ വിശ്രമ ദിവസത്തെക്കുറിച്ചുള്ളതായ പ്രാധാന്യം അത് വളരെ പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് യെശയ്യാ പറയുമ്പോൾ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്, ഇത് ആദികാലം മുതൽ ഉള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ദൈവജനങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും അതിനെ മാനിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, കാലത്തിൻ്റെ പഴക്കത്തിൽ പ്രത്യേകിച്ച് ബൈബിൾ പറയുന്നത് അധർമ്മമൂർത്തി, നമുക്ക് വെളിപാട് ദിവസം 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ അധർമ്മമൂർത്തിയായവൻ എന്ത് ചെയ്തു? അതിനില്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ളതായ നടപടികൾ ചെയ്തു. അങ്ങനെ ഇന്നത്തെ കാലത്തെ ലോകത്തിൽ കാണുന്ന അവസ്ഥയിൽ കൂടുതലും ആൾക്കാർ സൂര്യ ആരാധന അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയിലേക്ക് 1-ാം ദിവസമായ കർത്താവ് ഉയർത്ത ദിവസം എന്നുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നിറം കൊടുത്തുകൊണ്ട് ഇന്ന് ആരാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് എന്നാൽ വെളിപാട് പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നിത്യ സുവിശേഷം. പ്രത്യേകിച്ച് പറയുമ്പോൾ 14-ാമത്തെ വാക്യം ഞാൻ പ്രകാരം വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. 6-ാമത്തെ വാക്യം, വേറൊരു ആകാശം പറക്കുന്നത് കണ്ടു, ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവർ അറിയിപ്പാൻ അവൻ്റെ പക്കലൊരു നിത്യ സുവിശേഷമുണ്ട്. ഇന്നീ കാലത്ത് ഈ നിത്യ സുവിശേഷം മറ്റൊന്നുമല്ല, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുക എന്നുള്ളതാണ്. അത് ഏത് ദിവസമാണ്? പ്രത്യേകിച്ച് ദൈവം പറഞ്ഞതായ ദിവസം. 6 ദിവസം അധ്വാനിച്ച് വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു സമർപ്പണം സമർപ്പിക്കാം. കാരണം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവം ക്ഷമിക്കും. എന്നാൽ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നതായ സംഗതി അനുസരിച്ച് ദൈവം സ്ഥാപിച്ചതായ ഈ സ്ഥാപനത്തെ അനുസരിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് മുതൽക്കൂട്ടുണ്ടായി തീരുവാൻ തക്കോണം, അത് നിത്യരായതിന് ഓഹരിക്കാരായി തീരുവാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ
എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന്, ഈ ദൂതിൽ നിന്ന് ഞാൻ പിൻവലിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടികളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസം കാണുവാൻ കർത്താവ് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. അടികളിൽ നിന്ന് കേട്ടതായ ദൂതിൻ പ്രകാരം ജീവിപ്പാൻ, തീരുമാനമെടുപ്പാൻ, ഒരു സമർപ്പണ ബുദ്ധിയോട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് പ്രത്യേകിച്ച് ഈ ദിവസം ജന്മദിനം ആചരിക്കുന്ന എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഓരോവനായി ഞങ്ങൾ ഒരുക്കണമേ. നിത്യമായ ശബ്ദം അനുസരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു ദിവസം ദൈവം നമുക്ക് തന്നു. കണിശമായിട്ടും ദൈവസന്നിധിയിൽ നമ്മെ ഒരു പുനഃപ്രതിഷ്ഠയോടുകൂടി ആരംഭിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യാം.